ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 11ാമത്തെ ചാപ്റ്റർ ആയ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ സിനോപ്സിസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ എന്നാലും ഇതിലുള്ള ചില ഏരിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ പോയിന്റ് ആണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ട്രാൻസ്ഫർ ഫ്രം എ ഹയർ ടെമ്പറേച്ചർ ലെവൽ ഓഫ് എ ബോഡി ടു ലോവർ ടെമ്പറേച്ചർ ലെവലാണ്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ഇതൊരു ഫോം ഓഫ് എനർജി ആണ്. അതുകൊണ്ട് തന്നെ SI യൂണിറ്റ് വരുന്നത് ജൂൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ J എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കുക. ഇനി എന്താണ് മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ് എന്ന് നോക്കാം. According to Joule, the ratio of work done to the heat is found to be a constant. അല്ലെങ്കിൽ W/H is equal to നമുക്ക് ഈ കോൺസ്റ്റന്റിനെ J എന്ന് എഴുതാം. അപ്പൊ ഈ J നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ്. അപ്പൊ ഹീറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ടെമ്പറേച്ചർ എന്ന് നോക്കാം. Temperature is the measure of hotness or coldness of a body. ടെമ്പറേച്ചർ അളക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് തെർമോമീറ്റർ, നമുക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പം നമുക്ക് എക്സാമിന് ഒരു യൂണിറ്റിലുള്ള അല്ലെങ്കിൽ ഒരു സ്കെയിലിലുള്ള ടെമ്പറേച്ചർ തന്നിരിക്കും. അതിനെ നമ്മൾ മറ്റ് അതർ സ്കെയിലിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിഗ്രി സെൽഷ്യസിലുള്ള സ്കെയിലിൽ നിന്നും ഫാരൻഹീറ്റിലേക്കും അതുപോലെ കെൽവിനിലേക്കും മാറ്റാൻ നമുക്ക് ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. അതായത് ഡിഗ്രി സെൽഷ്യസ് ബൈ 100 ഈസ് ഈക്വൽ ടു ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32/180 ഈസ് ഈക്വൽ ടു കെൽവിൻ മൈനസ് 273/100. ഈ 32 എന്നാൽ ഡിഗ്രി ഫാരൻഹീറ്റിലെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്നും അതുപോലെ 212 ഇതിനെ നമ്മൾ ഡിഗ്രി ഫാരൻഹീറ്റിലെ അപ്പർ ഫിക്സ്ഡ് പോയിന്റും എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഡിഗ്രി സെൽഷ്യസിൽ ലോവർ ഫിക്സ്ഡ് പോയിന്റ് 0 ആണ്. അതുകൊണ്ടാണ് ഞാനിത് അവിടെ എഴുതാതിരുന്നത്. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത പോയിന്റ് ആണ് തെർമൽ എക്സ്പാൻഷൻ. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്, ഒരു സോളിഡിന് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അത് എക്സ്പാൻഡ് ആവുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് തെർമൽ എക്സ്പാൻഷൻ. 3 തെർമൽ എക്സ്പാൻഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് ലീനിയർ എക്സ്പാൻഷൻ, ഇതിനെ നമ്മൾ 1 ഡയമെൻഷണൽ എക്സ്പാൻഷൻ എന്നും പറയും. അതുപോലെ രണ്ടാമത്തത് ഏരിയ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയും. മൂന്നാമത്തതാണ് വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ എക്സ്പാൻഷൻ. ഇതിനെ നമുക്ക് 2 ഡയമെൻഷണൽ എക്സ്പാൻഷൻ എന്നും പറയാം. അതായത് ഏരിയ എക്സ്പാൻഷനെ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്നും 2 ഡയമെൻഷണൽ എക്സ്പാൻഷൻ എന്നും പറയാം. അപ്പൊ നമുക്ക് എന്താണ് 1 ഡയമെൻഷണൽ എക്സ്പാൻഷൻ നോക്കാം. അതായത് ചൂട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് അതിന്റെ ലെങ്ത്തിൽ വരുന്ന എക്സ്പാൻഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. എന്ന് വെച്ചാൽ LT മൈനസ് L0/L0 പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി, അല്ലെങ്കിൽ LT മൈനസ് L0/L0 ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. ഇവിടെ L0 എന്നാൽ ലെങ്ത് ഓഫ് ദ വയർ, അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ആയതുകൊണ്ട് നമ്മൾ വയർ എന്നാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ റോഡ്. ദ ലെങ്ത് ഓഫ് ദ റോഡ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. LT ഈസ് ദ ലെങ്ത് ഓഫ് ദ റോഡ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ വയർ അറ്റ് T ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആദ്യം ലെങ്ത് ഇതാണ്, ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ ഇപ്പോൾ ലെങ്ത് LT ആയി മാറുകയാണ്. അപ്പൊ നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു LT മൈനസ് L0/L0 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടും. ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആൽഫ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ.
The value of alpha depends on nature of the wire അല്ലെങ്കിൽ nature of the material of the wire and temperature. ഈ പോയിന്റ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏരിയ എക്സ്പാൻഷൻ നോക്കാം. ഇത് 2-dimensional എക്സ്പാൻഷൻ, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും വരുന്ന ചേഞ്ച് when we apply a temperature is called area expansion. Mathematically, the fractional change in the area is directly proportional to change in temperature ആണ്. ഡെൽറ്റ ചേഞ്ച് ഇൻ ഏരിയ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ, അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടായിരുന്ന ഈ ഒബ്ജക്റ്റിന്റെ ഏരിയ അതൊരു T ടെമ്പറേച്ചറിലേക്ക് മാറ്റുമ്പോൾ ഏരിയ കൂടുന്നത് നമുക്ക് AT എന്നെടുക്കാം. അപ്പൊ ചേഞ്ച് ഇൻ ഏരിയ AT മൈനസ് A0 ബൈ A0 which is equal to, ഇവിടെയും ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരുന്നു. ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ബീറ്റ. അപ്പൊ നമുക്ക് ബീറ്റ ഈസ് ഈക്വൽ ടു AT മൈനസ് A0 ബൈ A0 ഇൻറ്റു ഡെൽറ്റ T എന്ന് കിട്ടും. ബീറ്റ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. നേരത്തെ നമ്മൾ ആൽഫയുടെ കേസിൽ പറഞ്ഞതുപോലെ ബീറ്റയുടെ വാല്യൂവും രണ്ട് കാര്യത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിലൊന്ന് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് പറയാനുള്ളത് വോളിയം എക്സ്പാൻഷൻ ആണ്. ഇതിനെ നമുക്ക് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്നും വേണമെങ്കിൽ പറയാം. ക്യൂബിക്കൽ എക്സ്പാൻഷൻ. അപ്പൊ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത് 1-dimensional, ഇത് 2-dimensional എക്സ്പാൻഷൻ, ഇത് 3-dimensional എക്സ്പാൻഷൻ ആണ്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഒരു ബ്ലോക്കിന്റെ ലെങ്ത്, അതുപോലെ ബ്രെഡ്ത്ത്, അതുപോലെ ഹൈറ്റിന് വരുന്ന ചേഞ്ച് ആണ്. മാത്തമാറ്റിക്കലി ഇവിടെ എഴുതിയതുപോലെ നമുക്ക് ഡെൽറ്റ V ബൈ V ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ T എന്ന് എഴുതാം. അതായത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ചേഞ്ച്. നേരത്തെ 1-dimensional 2-dimensional വന്നതുപോലെ ഇവിടെയും ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരുന്നു. അത് ഗാമ ഡെൽറ്റ T. അപ്പൊ ഗാമ നമുക്ക് കണ്ടുപിടിക്കാം. VT മൈനസ് V0 ബൈ V0 ഇൻറ്റു ഡെൽറ്റ T. ഇവിടെ ഗാമ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഗാമയുടെ വാല്യൂവും നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി ബ്ലോക്ക് ആൻഡ് ടെമ്പറേച്ചർ, ഈ രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ SI യൂണിറ്റും ആൽഫയുടെ SI യൂണിറ്റും ബീറ്റയുടെ SI യൂണിറ്റും ഗാമയുടെ SI യൂണിറ്റും കെൽവിൻ ഇൻവേഴ്സ്. ഇനി നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലും അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സും നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു 1:2:3. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷനും കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷനും തമ്മിലുള്ള റേഷ്യോ 1:2:3 ആയിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, അതായത് ലോ ഓഫ് മിക്സ്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഹീറ്റ് ലോസ്റ്റ് ബൈ എ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ ദി കോൾഡ് ബോഡി. അപ്പോൾ ഒരു ബോഡിയിൽ നിന്ന്, ചൂടുള്ള ബോഡിയിൽ നിന്ന് ഹീറ്റ് അത് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒരു കോൾഡ് ആയിട്ടുള്ള തണുത്ത ബോഡിക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ചുരുക്കം. എന്ന് വെച്ചാൽ ഈ ലോ ഓഫ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഒബേസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. This is very important. Specific heat capacity, S എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. The amount of heat required by a unit mass of substance to raise its temperature by 1 degree Celsius or 1 Kelvin. It is called specific heat capacity of that substance. Mathematically, specific heat capacity S is equal to 1 by m into delta Q by delta T. SI unit of specific heat capacity, the CGS unit, calorie gram raised to -1, degree Celsius raised to -1 ആയിരിക്കും.
മോളാർ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The amount of heat required to raise the temperature of unit mole of substance by 1 degree Celsius or 1 Kelvin is called molar heat capacity അല്ലെങ്കിൽ molar specific heat. ഇതിനെ നമ്മൾ C എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ മാത്തമാറ്റിക്കലി C is equal to 1 by N. N എന്നാൽ നമ്പർ ഓഫ് മോൾ ആണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇവിടെ ഡെൽറ്റ ക്യൂ ഹീറ്റ് ആണ്, ടി ടെമ്പറേച്ചർ ആണ്. SI യൂണിറ്റ് ഓഫ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഈസ് മോൾ ഇൻവേഴ്സ് ജൂൾ കെൽവിൻ റേസ് ടു -1. സോളിഡ്സിനും ലിക്വിഡ്സിനും ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണുള്ളത്. എന്നാൽ ഗ്യാസിൽ നമ്മൾ ഗ്യാസിന്റെ കാര്യം എടുക്കുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഗ്യാസ് ഹാസ് 2 സ്പെസിഫിക് ഹീറ്റ്. അതിലൊന്നാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പം CP മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെന്നാണ്. അപ്പൊ ഇവിടെ 1 by N എന്ന് എഴുതാം. നമ്മൾ പെർ യൂണിറ്റ് മോൾ ആയതുകൊണ്ട് നമ്മൾ 1 മോൾ ഓഫ് ഗ്യാസിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇത് എഴുതിയെന്നുള്ളതുകൊണ്ട് N 1 ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ CV is equal to ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് CP അല്ലെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഗ്രേറ്റർ ദാൻ CV. അതിന്റെ കാരണം the amount of heat required to raise the temperature of the gas when we keep it at constant pressure is very larger than when we do it at a constant volume. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് CP അതുപോലെ CV ഇതിന്റെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഗാമ എന്നായിരിക്കും. അതായത് ഗാമ ഈസ് ദ റേഷ്യോ ഓഫ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. The value of gamma depends on the atomicity of the gas. എന്ന് വെച്ചാൽ ഗ്യാസ് മൊണാറ്റമിക് ആണോ അതല്ലെങ്കിൽ ഡയാറ്റമിക് ആണോ അല്ലെങ്കിൽ പോളി ആറ്റമിക് ആണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഗാമയുടെ വാല്യൂ കിട്ടുക. അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഓഫ് മാറ്റർ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഇത് മനസ്സിലാവാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഒരു ബീക്കറിൽ കുറച്ച് ഐസ് എടുത്ത് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്രാഫ് ടൈമും അതുപോലെ അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ചും നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ടൈമും അതുപോലെ Y ആക്സിൽ ടെമ്പറേച്ചറും എടുത്ത് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് A എന്ന പോയിന്റ് വരെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവാറില്ല. അതിനുശേഷം ഒരു പ്രത്യേക പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, അതായത് B എന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു തെർമൽ ഇക്ലിബ്രിയത്തിലെത്തും. അതായത് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ലാതെ കുറച്ചുകൂടി ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് C എന്ന പോയിന്റിൽ നിന്നും നമുക്ക് ഇങ്ങനെയാണ് ആ ഗ്രാഫ് ഷേപ്പ് നമുക്ക് കിട്ടുക. OA എന്നാൽ മെൽറ്റിംഗ് പോയിന്റ് എന്നും അതുപോലെ BC എന്നാൽ ബോയിലിംഗ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫ്രം ദ ഗ്രാഫ് OAയിൽ എന്താ നമ്മൾ കാണുന്നത്? ടൈം പോകുന്നുണ്ട്, പക്ഷെ ഐസാണ്. ഈ സമയത്ത് ഈ ബീക്കറിലുള്ള ഐസ് ഉരുകുന്നുണ്ട്, പക്ഷെ നമുക്ക് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഒന്നും കാണുന്നില്ല.
കാരണം നമ്മൾ കൊടുക്കുന്ന ചൂട് ഇവിടെ സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ വേണ്ടി ആ ചൂടിനെ ഉപയോഗിക്കാം. അപ്പൊ OA എന്ന ഈ ഗ്രാഫിലെ ഭാഗത്തിന് നമ്മൾ പറയാം മെൽറ്റിംഗ് പോയിന്റ്. അതായത് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് ദി സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. അപ്പൊ ഇവിടെ ഈ പോയിന്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളത്, പ്രഷർ കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദിസ് ഐസ് ഡിക്രീസസ്. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് കുറയും. അതായത് നമ്മളൊരു ഐസ് എടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഐസ് മെൽറ്റ് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ നമുക്ക് ഈ ഐസ് മെൽറ്റ് ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ രണ്ട് ഐസ് എടുത്ത് നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ മെൽറ്റ് ചെയ്യുന്ന റേറ്റ് കൂടുന്നത് കാണാം. അതിന്റെ കാരണം 0 ഡിഗ്രിയിൽ മെൽറ്റ് ചെയ്യേണ്ട ഐസ് നമ്മൾ പ്രഷർ കൊടുക്കുന്നു അതിനേക്കാൾ ചെറിയ ഒരു ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു മൈനസ് ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്നത് പോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ആ ഐസിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആ പ്രഷർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഐസ് പെട്ടെന്ന് അത് ഐസായിട്ട് പെട്ടെന്ന് മാറുകയും ചെയ്യും. അതായത് രണ്ട് ഐസ് എടുത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് മെൽറ്റ് ആവുകയും നമ്മൾ ആ പ്രഷർ പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഐസുകൾ ഒറ്റ ഐസായി മാറുന്നത് കാണാം. ആ ഒരു ഫിനോമിനൻ ഒരു പേരുമുണ്ട്, അതാണ് റിജിലേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ നമ്മൾ പുനർഹിമായനം എന്ന് പറയും. ഇപ്പൊ നമ്മൾ മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് മെൽറ്റിംഗ്? മെൽറ്റിംഗ് എന്നാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ്. എന്നാൽ നേരെ തിരിച്ച് ലിക്വിഡ് സോളിഡ് ആയി മാറുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫ്യൂഷൻ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു സോളിഡ് ഈസ് കോൾഡ് ഫ്യൂഷൻ. പിന്നുള്ളത് വേപ്പറൈസേഷൻ ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു വേപ്പർ ഈസ് കോൾഡ് വേപ്പറൈസേഷൻ. അപ്പൊ ഇത് നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് കൺഫ്യൂഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അടുത്തത് ഈ ഗ്രാഫിലെ പോയിന്റ് BC ആണ്. ഈ BC എന്ന പോയിന്റിനെ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. മലയാളത്തിൽ നമ്മൾ ഇതിനെ തിളനില എന്ന് പറയും. വെള്ളത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ്സ് കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. എന്ന് വെച്ചാൽ B എത്തിക്കഴിഞ്ഞാൽ സമയം എങ്ങനെ പോകും, പക്ഷെ ടെമ്പറേച്ചറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതായത് 100 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് യൂട്ടിലൈസസ് ടു കൺവേർട്ട് ദ സ്റ്റേറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ടു വേപ്പർ. ഇവിടെ ഓർക്കേണ്ട വേറൊരു പോയിന്റ് ആണ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അതായത് ബോയിലിംഗ് പോയിന്റും പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഹിൽ ടോപ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ റീസൺ 100 ഡിഗ്രിയിൽ തിളയ്ക്കേണ്ട വാട്ടർ 80 ഡിഗ്രിയിലോ 85 ഡിഗ്രിയിലോ തിളച്ചു കഴിയും. അതായത് ആവശ്യത്തിന് ഒരു അരിയൊക്കെ വേവാനുള്ള ആവശ്യത്തിനുള്ള ഹീറ്റ് അവിടേക്ക് അബ്സോർബ് ചെയ്യുന്നതിന് മുമ്പേ വാട്ടർ ബോയിൽ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. അതായത് ഹൈ പ്രഷറിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പം അതിനകത്തുള്ള വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രിയിൽ നിന്നും ഒരു 120 അല്ലെങ്കിൽ 125 ഡിഗ്രി സെൽഷ്യസിലേക്ക് റൈസ് ചെയ്യും. എന്ന് വെച്ചാൽ അത്രയും നേരം ഈ വാട്ടർ അതിന്റെ തിളയ്ക്കാതെ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രഷർ കുക്കറിൽ ഫുഡ് കുക്ക് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന ഈ സബ് ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി. L എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നു. രണ്ട് തരം ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി ആണുള്ളത്. ഒന്നാമത്തത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, LF എന്ന് പറയും. ഇത് നമ്മൾ ഈ ഭാഗത്താണ് നമ്മളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് ദ സബ്സ്റ്റൻസ് ഫ്രം ഇറ്റ്സ് സോളിഡ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. മാത്തമാറ്റിക്കലി നമുക്ക്
LFനെ ഡിഫൈൻ ചെയ്യാം Q/m. അതുപോലെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് Q is equal to ഈ m അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ m into LF എന്ന്. അതേപോലെ നമ്മൾ BC എന്ന ഗ്രാഫിന്റെ ഈ പോയിന്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, അതായത് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് ദ സബ്സ്റ്റൻസ് ഫ്രം ഇറ്റ്സ് liquid state to vapor state. Mathematically, LV is equal to Q/m. അല്ലെങ്കിൽ Q is equal to m into LV. Heat of fusion of ice 80 calorie per gram. അതുപോലെ latent heat of vaporization of water 540 calorie per gram ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സബ്ലിമേഷൻ. ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ക്യാംഫർ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സബ്ലിമേഷൻ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 3 മെത്തേഡാണ് ഉള്ളത്. അതിലൊന്നാണ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹയർ ടെമ്പറേച്ചർ ലെവൽ ടു ലോവർ ടെമ്പറേച്ചർ ലെവൽ ബൈ മോളിക്കുലാർ വൈബ്രേഷൻ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ സോളിഡ്സ് ഡ്യൂ ടു കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ നടക്കുമ്പോൾ ആ മെറ്റീരിയലിൽ എന്തുണ്ടാവില്ല, ആക്ച്വൽ ട്രാൻസ്ഫറൻസ് ഓഫ് മാറ്റർ ഉണ്ടാവില്ല. കാരണം മോളിക്കുലാർ വൈബ്രേഷൻ കൊണ്ട് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തിട്ട് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. കണ്ടക്ഷൻ എന്ന മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് തെർമൽ കണ്ടക്ടിവിറ്റി. എന്ന് വെച്ചാൽ ഇവിടെ ഒരു റോഡ്, imagine there is a rod of length L. ഇതിന്റെ ഒരു സൈഡ് T1 ടെമ്പറേച്ചറും മറ്റേ സൈഡ് T2 ടെമ്പറേച്ചറും ആണ്. എന്ന് വെച്ചാൽ T1 is very much greater than T2. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെന്ന് കരുതുക. അപ്പം ഇത് ഹയർ ടെമ്പറേച്ചർ ലെവലിൽ നിന്ന് മോളിക്കുലാർ കൊളീഷൻ കൊണ്ട് അല്ലെങ്കിൽ വൈബ്രേഷൻ കൊണ്ട് ഹീറ്റ് T2 ടെമ്പറേച്ചർ ലെവലുള്ള എൻഡിലേക്ക് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ studies proved that rate of flow of heat is directly proportional to the temperature difference between these two ends, that is T1, and directly proportional to area of cross section. അപ്പോൾ ഏരിയ കൂടുതലാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഹീറ്റ് റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോയും കൂടുതലായിരിക്കും. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ റോഡ്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് H is equal to ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻറ്റു ഏരിയ T1 മൈനസ് T2 ബൈ L. അപ്പം ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെയുടെ പേരാണ്. K is called as thermal conductivity. K ലാർജ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലൂടെയുള്ള ഹീറ്റ് ഫ്ലോ, റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഇസ് ലാർജ് എന്നാണ്. അപ്പോൾ K കൂടുതൽ, തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ എന്നാണ് അതിൻ്റെ അർത്ഥം. Kക്കുള്ള ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് Kക്കുള്ള ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ L മുകളിലേക്ക് പോകും. അതുപോലെ Aയും T1 മൈനസ് T2 അടിയിലേക്ക് വരും. H ഓൾറെഡി അവിടെയുണ്ട്. H ഇൻറ്റു L ബൈ A T1 മൈനസ് T2. ഈ ഇക്വേഷനാണ് ഇക്വേഷൻ ഫോർ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഈ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് വാട്ട് മീറ്റർ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. കാരണം H എന്നാൽ ഹീറ്റ് പെർ യൂണിറ്റ് ടൈം ആണ്, അതായത് ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡിന് നമുക്ക് വാട്ട് എന്ന് എഴുതാം. പിന്നെ ഏരിയ ആണ് മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ ഒരു മീറ്ററും ഈ മീറ്റർ സ്ക്വയറിന് ഒന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ അടിയിലൊരു മീറ്റർ ബാക്കിയാവും, അത് ന്യൂമറേറ്ററിലേക്ക് പോകും. ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ SI യൂണിറ്റ് കെൽവിൻ, അത് മേലോട്ട് പോകുമ്പോൾ ഇതാണ് അതിന്റെ SI യൂണിറ്റ്.
തെർമൽ റെസിസ്റ്റൻസ് RH എന്ന ലെറ്റർ കൊണ്ട് നമുക്ക് അതിനെ സൂചിപ്പിക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ടു ദി റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ. അതായത് RH ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 ബൈ H. ഒരു ട്രിക്ക് ഉണ്ട്. നമുക്ക് ഓംസ് ലോ അനുസരിച്ച് V ഈസ് ഈക്വൽ ടു IR എന്ന് എഴുതാം. R ഈസ് ഈക്വൽ ടു V ബൈ I. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡിന്റെ രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് പകരം നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാം പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ വന്നത്. റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ, ശരിക്കും ഇവിടെ കറണ്ട് എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തെർമൽ റെസിസ്റ്റൻസിനെ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം, അതുപോലെ കറണ്ടിന് പകരം ഹീറ്റ് ഫ്ലോ. തൊട്ട് മുമ്പത്തെ നമ്മളുടെ ടോപ്പിക്ക് നമുക്ക് ഓൾറെഡി അറിയാം. T1 മൈനസ് T2, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. H is equal to T1 മൈനസ് T2 ഇൻറ്റു A ഇൻറ്റു K ബൈ L. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RH നമുക്ക് എഴുതാം. T1 മൈനസ് T2 T1 മൈനസ് T2 ക്യാൻസലായി. L മുകളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ L ബൈ AK. അപ്പൊ നമുക്ക് തെർമൽ റെസിസ്റ്റൻസിനെ RH is equal to T1 മൈനസ് T2 ബൈ H എന്ന് എഴുതാം. അതുപോലെ RH ലെങ്ത് ഓഫ് ദ റോഡ് ബൈ ഏരിയ ഇൻറ്റു തെർമൽ കണ്ടക്ടിവിറ്റി എന്നും എഴുതാം. രണ്ടാമത്തെ ഹീറ്റ് ട്രാൻസ്ഫറിംഗ് മോഡാണ് കൺവെക്ഷൻ. അപ്പോൾ കൺവെക്ഷൻ ഈസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹയർ ടെമ്പറേച്ചർ ലെവൽ ടു ലോവർ ടെമ്പറേച്ചർ ലെവൽ ബൈ ആക്ച്വൽ ട്രാൻസ്ഫറൻസ് ഓഫ് മാറ്റർ. അപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോയിട്ടാണ്. ഫോർ എക്സാമ്പിൾ വാട്ടർ നമ്മൾ ചൂടാക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് വെള്ളം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ പോയിന്റിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫ്ലൂയിഡ്സിൽ ഈ മെത്തേഡാണ് ഹീറ്റ് ട്രാൻസ്ഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് സീ ബ്രീസ് അതുപോലെ ലാൻഡ് ബ്രീസ്. ഇത് ഡേ ടൈമിലാണ് ഉണ്ടാവുന്നത്, എന്നാൽ ഇത് നൈറ്റ് ടൈമിലാണ് ഉണ്ടാവുന്നത്. എനിവേ ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഉണ്ടാവുന്നത് ബൈ കൺവെക്ഷൻ ഓഫ് എയർ ഇൻ അറ്റ്മോസ്ഫിയർ. മൂന്നാമത്തെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ റേഡിയേഷൻ. So what is radiation? The mode of heat transfer without heating the intervening medium. Higher temperature level നിന്ന് lower temperature ലെവലിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള മീഡിയത്തിന് ചൂടാക്കാതെയാണ് ഈ മെത്തേഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സൺ ടു എർത്ത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആകുമ്പോൾ അത് റേഡിയേഷൻ എന്ന മെത്തേഡിലൂടെയാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കണ്ടക്ഷൻ, കൺവെക്ഷൻ അതുപോലെ റേഡിയേഷൻ, നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്കിവിടെ ഓർത്തെടുക്കാം. കണ്ടക്ഷനും കൺവെക്ഷനും നടക്കണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. എന്നാൽ റേഡിയേഷന് മീഡിയം ആവശ്യമില്ല. റേഡിയേഷൻ എന്ന സബ് ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. എന്താണ് ഒരു ബ്ലാക്ക് ബോഡി? അപ്പൊ ബ്ലാക്ക് ബോഡിയുടെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. ദ ബോഡി വിച്ച് നെയ്തർ ട്രാൻസ്മിറ്റ്സ് നോർ റിഫ്ലക്ട്സ് ബട്ട് അബ്സോർബ്സ് ഹോൾ ദി ഹീറ്റ് റേഡിയേഷൻ ഫോളിംഗ് ഓൺ ഇറ്റ്. എന്ന് വെച്ചാൽ ഒരു ബോഡി അതിന്റെ മേലെ വീഴുന്ന എല്ലാ തെർമൽ റേഡിയേഷനെയും ട്രാൻസ്മിറ്റ് ചെയ്യുകയില്ല, അതേപോലെ റിഫ്ലക്ട് ചെയ്യില്ല, മൊത്തം അങ്ങ് അബ്സോർബ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ബോഡിയെ നമുക്ക് പറയാം പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. ഒരു ബ്ലാക്ക് ബോഡിയെ നമ്മളൊരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താൽ ആ ബ്ലാക്ക് ബോഡി അതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വേവ് ലെങ്ത്തിനെയും അത് എന്ത് ചെയ്യുന്നു, അത് റേഡിയേറ്റ് ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ബ്ലാക്ക് ബോഡിയെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ ബ്ലാക്ക് ബോഡി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ.
അപ്പോൾ ഇവിടെ നമുക്കൊരു ലോ പഠിക്കാനുണ്ട്, വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്നാണ്. അക്കോർഡിംഗ് ടു വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, വേവ് ലെങ്ത് emitted by a black body is inversely proportional to temperature of that body, or lambda is equal to B by T. The proportionality constant B is called Wien's constant. The value of B in SI system is 2.89 into 10 raised to minus 3 meter Kelvin. Next is a Stefan-Boltzmann law. According to Stefan-Boltzmann law, the total heat energy emitted per unit time by a perfect black body of area or surface area A is given by H is proportional to A T raised to 4. ഇവിടെ H എന്ന് വെച്ചാൽ the heat energy emitted ആണ്. അതുപോലെ area of the black body, this is temperature, or H is equal to sigma A T raised to 4. This is the mathematical representation of Stefan-Boltzmann law. The proportionality constant sigma is called Stefan-Boltzmann constant. The value of the sigma in SI system is 5.67 into 10 raised to minus 8. ഇത് ഓർത്ത് വെക്കാൻ ഈസിയാണ്. 5, 6, 7, 8 എന്ന് ആലോചിച്ചാൽ മതി. വാട്ട് മീറ്റർ റേസ് ടു മൈനസ് 2, കെൽവിൻ റേസ് ടു മൈനസ് 4. ഇത് കിട്ടുന്നത് ഈ ഇക്വേഷനിൽ നമുക്ക് സിഗ്മക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എച്ച് ബൈ ഈ എയും ടി റേസ് ടു 4ഉം താഴോട്ട് വരും. എച്ച് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം ആണ്, അത് വാട്ട് ആണ്. ഏരിയ മീറ്റർ സ്ക്വയർ ആണ്, അത് മേലോട്ട് പോകുമ്പോൾ മീറ്റർ റേസ് ടു മൈനസ് 2. ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ, ഇവിടെ 4 ആണുള്ളത്, ടി റേസ് ടു 4 ആണ്. അപ്പോൾ കെൽവിൻ റേസ് ടു 4 അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ കെൽവിൻ റേസ് ടു മൈനസ് 4. The last topic of the chapter is Newton's law of cooling. According to this law, the rate of cooling of a body is directly proportional to difference of temperature between the body and the surroundings. എന്ന് വെച്ചാൽ ഒരു ബോഡി നമ്മളൊരു സറൗണ്ടിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് കൂളിംഗ്, അതായത് ആ ബോഡി തണുക്കുന്ന റേറ്റ് is directly proportional to difference in temperature between that body and the surrounding. Mathematically, dq by dt, rate of heat flow, the dt in chal time ആണ്, proportional to t1 minus t2, or dq by dt is equal to ഒരു proportionality constant, ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് k ഉണ്ട്, t1 മൈനസ് t2. ഇവിടെ നമ്മളൊരു മൈനസ് കൊടുക്കുന്നു. അതിന്റെ റീസൺ ഈ റേറ്റ് കുറയും, കാരണം t1 മൈനസ് t2 കുറയുമ്പോൾ dq by dt-യും കുറയും. അതുകൊണ്ടാണ് ഇവിടെ ഈ മൈനസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ t1 ടെമ്പറേച്ചർ ഓഫ് ബോഡി ആൻഡ് t2 ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ്. കേരള ബോർഡ് എക്സാമിനൊക്കെ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണ്, നമ്മളെ കയ്യിലൊരു കപ്പ് ചൂടുള്ള ചായ ഉണ്ട്. ഫ്രണ്ട് വന്നതിന് ശേഷം ഷുഗർ ആഡ് ചെയ്താലാണോ അല്ലെങ്കിൽ ആദ്യമേ ഷുഗർ ആഡ് ചെയ്ത് ഫ്രണ്ടിനെ കാത്തിരുന്നാലാണോ ആ ഫ്രണ്ടിന് നമുക്ക് ബെറ്റർ ചൂടുള്ള ചായ കൊടുക്കാൻ പറ്റാം. അപ്പോൾ അത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ചാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഒരു ചൂടുള്ള ചായയിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ആ ഷുഗർ ആഡ് ചെയ്യുമ്പം ആ ഷുഗർ കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും നിലവിൽ നല്ല ചൂടുള്ള ചായയെ അത് ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് താഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള ചായ തണുക്കുന്ന റേറ്റ് കൂടുതലും എന്നാൽ കുറച്ച് ചൂട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് അത് തണുക്കുന്ന റേറ്റ് ഈ ഇക്വേഷൻ അനുസരിച്ച് കുറയുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് അത് മനസ്സിലാക്കാം. അതായത് എക്സ് ആക്സിസിൽ ടൈം ഇൻ മിനിറ്റും വൈ ആക്സില് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് എടുത്ത് നമ്മളൊരു ഗ്രാഫ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. എക്സ്പോണൻഷ്യലി ഈ റേറ്റ് ഓഫ് കൂളിംഗ് കുറയുന്നത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കാണാം.
ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വാലിഡ് ആവുന്നത് ഫോർ സ്മോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ് ആണ്.